ഇന്നത്തെ ഈ സഞ്ചാരിയുടെ ഡയറി കുറിപ്പിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പോർഷൻ ചിത്രീകരിച്ചതിന് ശേഷമാണ് അതിൽ പറയുന്ന കഥയിലെ സംഭവങ്ങൾ സഞ്ചാരത്തിൽ നിന്ന് ദൃശ്യങ്ങളായി ഇതിൽ ചേർക്കുന്നത്. അത്തരത്തിൽ ഈ എപ്പിസോഡിൽ ബർമ്മയുടെ കഥകൾ പറഞ്ഞപ്പോൾ അതിന് വേണ്ട ദൃശ്യങ്ങൾ ബർമ്മയുടെ പഴയ സഞ്ചാര എപ്പിസോഡുകളിൽ നിന്ന് ഞാൻ പോയി ചിത്രീകരിച്ച എപ്പിസോഡുകളിൽ നിന്ന് തന്നെ ദൃശ്യങ്ങൾ ചേർത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായി. അതെന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ ഈ എപ്പിസോഡുകൾ, അതായത് ബർമ്മ ഉൾപ്പെടെ 2010-11 കാലഘട്ടം വരെ സംപ്രേഷണം ചെയ്തിരുന്നതെല്ലാം ഏഷ്യാനെറ്റിലാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ എപ്പിസോഡുകളിൽ കുറേ എണ്ണം ഏഷ്യാനെറ്റ് യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സൃഷ്ടിയാണെങ്കിൽ കൂടി സഞ്ചാരത്തിൻ്റെ ആ എപ്പിസോഡുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈ ഡയറി കുറിപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും അത് ഭാവിയിൽ അത് പരിഹരിക്കപ്പെടും. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ചില ദൃശ്യങ്ങളെങ്കിലും സഞ്ചാരത്തിൻ്റേത് മിസ് ചെയ്യുന്നുണ്ട്. പറയുന്ന കാര്യം ദൃശ്യങ്ങളില്ലെങ്കിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന മട്ടിലാണ് ഞാൻ വിവരിച്ചിരിക്കുന്നത്. പിന്നെ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളില്ലാത്ത പരമാവധി ദൃശ്യങ്ങൾ ചേർത്തിട്ടുമുണ്ട്. ഈ പരിപാടി കണ്ടതിന് ശേഷം പ്രേക്ഷകർക്ക് എന്തുകൊണ്ട് വിഷ്വലില്ല എന്നൊരു സംശയം ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ടാണ് ഞാൻ പരിപാടിക്ക് മുൻപേ തന്നെ ഇങ്ങനൊരു കാര്യം പറയുന്നത്. ഏതായാലും നിങ്ങൾ പരിപാടി ഒന്ന് കണ്ടു നോക്കൂ. വലിയ കുഴപ്പമില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഫാരി ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ റംഗൂണിലേക്കൊരു യാത്ര പോകുന്നത്. റംഗൂണിൻ്റെ ഇന്നത്തെ പേര് യാങ്കൂൺ എന്നാണ്. ബർമ്മ അല്ലെങ്കിൽ മ്യാൻമാർ. നമ്മുടെ പഴയ തലമുറയ്ക്കൊക്കെ പരിചിതം ബർമ്മ എന്ന പേരാണ്. നമുക്കും ബർമ്മ എന്ന് പറയുമ്പോഴാണ് ആ പഴയകാല കേരളവും ഇന്ത്യയും ഒക്കെ ആയിട്ടുള്ള ആ ബന്ധം ഓർമ്മയിലേക്ക് വരിക. ബർമ്മയിലേക്ക് കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി പോയിരുന്ന ആളുകളുടെ ഒരു കാലമുണ്ട്. ഇന്ന് ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന പോലെ, യൂറോപ്പിലേക്ക് പോകുന്നത് പോലെയൊക്കെ നമ്മുടെ യു എ ഖാദറിനെ പോലുള്ള എഴുത്തുകാരൻ്റെ ഒക്കെ പാരമ്പര്യം ബർമ്മയിലാണ് ചെന്ന് നിൽക്കുന്നത്. ആ ബർമ്മയിലേക്ക് ഒരു യാത്ര പോകണമെന്ന് ദീർഘകാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് 2010 ഞാൻ ബർമ്മയിലേക്ക് ഒരു യാത്ര പോകുന്നത്. അതായത് ഇന്നത്തെ മ്യാൻമാറിലേക്ക്. മ്യാൻമാറിൻ്റെ തലസ്ഥാനമാണ് യാങ്കൂൺ. ഈ മ്യാൻമാർ ദീർഘകാലമായി പട്ടാള ഭരണത്തിലാണ്. ചൈനയുടെ പിന്തുണയോടുകൂടി ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി പട്ടാളം ഭരിക്കുന്നൊരു രാജ്യം. ഞാൻ സിംഗപ്പൂർ വഴി പോകുന്ന ഒരു സിൽക്ക് എയർ വിമാനത്തിലാണ് ഒരു ദിവസം പോകുന്നത്. പുലർച്ചെ അവിടെ ചെന്നിറങ്ങി, സിംഗപ്പൂർ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ രാവിലെ തന്നെയുള്ളൊരു വിമാനത്തിൽ യാങ്കൂൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ഇറങ്ങുന്നു. എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ടാക്സി വിളിക്കാൻ തീരുമാനിച്ചു. ഞാനൊരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. നഗരത്തിലെ യാങ്കൂൺ നഗരത്തിൽ തന്നെയുള്ള ക്വീൻസ് പാർക്ക് ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഈ അഡ്രസ്സ് ടാക്സിക്കാരനെ കാണിച്ചു. അപ്പോൾ അയാൾ കൂടെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ടാക്സിയിലേക്ക് ചെന്നേറി പല വഴികളിലൂടെ പിന്നിട്ട് നഗരഹൃദയത്തിലെ ഈ ക്വീൻസ് പാർക്ക് ഹോട്ടലിലെത്തി. ഈ ഹോട്ടൽ അതിഗംഭീരമായ ഹോട്ടലൊന്നുമല്ല, ഒരിടത്തര ഹോട്ടൽ. വൃത്തിയുണ്ട്. എന്നാലൊരു 3 സ്റ്റാറോ 4 സ്റ്റാർ എന്നൊന്നും സ്റ്റാർ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ നാട്ടും പുറത്തെ ആഡംബരത്തോ മാറുന്ന ഒരു ലോഡ്ജ് എന്ന് വേണേൽ പറയാം, അത്രയൊക്കെ ഉള്ളൂ. റിസപ്ഷനിൽ ഒരു മേശയൊക്കെ ഇട്ട ആളുകൾ അങ്ങനെ ഇരിക്കുന്നു. ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ 28,000 ചാട്ട് അവിടെ കൊടുക്കണം. 28,000 ചാട്ടെന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, നമ്മുടെ ഒരു 1,400 രൂപയേ ഉള്ളൂ. മുറി ചെല്ലുന്നു. തരക്കേടില്ലാത്ത മുറിയാണ്, വൃത്തിയുണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട്, AC ഉണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയാണ്. കേരളത്തിലെ പോലെ തന്നെയാണ്, നല്ല ചൂടും ആവിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ AC മസ്റ്റാണ് നമുക്ക്. ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങിയത് എനിക്ക് ഒരു സുഹൃത്തുണ്ട്. ഈ സുഹൃത്തിനെ കാണാൻ പോകണം. ഈ സുഹൃത്തിനെ കാണണമെങ്കിൽ ഇനി അങ്ങോട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സുഹൃത്തിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അക്കാലത്ത് കൊച്ചിയിൽ ടൂർ കമ്പനി നടത്തിയിരുന്ന ഒരു ലൈല ഉണ്ട്. ഈ ലൈലയാണ് എന്നെ ട്രാവലോജിക്സ് എന്ന് പറഞ്ഞ കമ്പനി അന്ന് നടത്തിയിരുന്നു. ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ല. ഈ ലൈല ജോർജാണ് എനിക്ക് യാങ്കൂണിൽ ഉള്ള ഒരു മഷൂക്കിനെ പരിചയപ്പെടുത്തി തരുന്നത്. മഷൂക്കിൻ്റെ അഡ്രസ്സുണ്ട്. ലൈല ജോർജ് വിളിച്ച് പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഇനി ആദ്യം ചെയ്യേണ്ടത് മഷൂക്കിനെ കണ്ടുപിടിക്കണം. മഷൂക്കിനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനൊരു ടാക്സി വിളിച്ചു. വീണ്ടും ഒരു പഴഞ്ചൻ ടാക്സിയാണ്. അത് വിളിച്ചിട്ട് മഷൂക്കിൻ്റെ അഡ്രസ്സ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെയാണ് മഷൂക്ക് താമസിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഒരു കോംപ്ലക്സ് തന്നെ, ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയമാണ്. അവിടേക്ക് വണ്ടി വിട്ടു. അവിടെ കയറി ചെല്ലുമ്പോൾ താഴെ ഇരിക്കുന്ന ആളോട്, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അദ്ദേഹത്തോട് ഞാൻ മഷൂക്കിൻ്റെ അഡ്രസ്സ് കാണിച്ചു. അപ്പോൾ അയാൾ കൂടെ വന്നു. മഷൂക്കിൻ്റെ ഓഫീസിലേക്ക് ആദ്യം ചെല്ലുന്നത്. മഷൂക്കിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ കുറേ സ്ത്രീകളുണ്ട് അവിടെ. ഈ സ്ത്രീകളെല്ലാം ഓരോ കൈലി കൊടുത്ത് നടക്കുകയാണ്. അതായത് ഈ കൈലി, നമ്മുടെ നാട്ടിലെ ഈ ലുങ്കി കൈലി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ വസ്ത്രം ധരിച്ച, അതാണ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാം വസ്ത്രം. മുകളിലൊരു ഷർട്ട് പോലത്തെ, സ്ത്രീകളാണെങ്കിൽ ഒരു ബ്ലൗസ് പോലത്തെ ഒരു സാധനം, പുരുഷന്മാരാണെങ്കിൽ ഒരു ഷർട്ടുണ്ടാവും. ഈ
ലുങ്കിയും കൈലിയൊക്കെയാണ് ഇവരുടെ ഒരു ആചാരപരമായ വസ്ത്രം തന്നെ. അല്ലാതെ പാൻസൊക്കെ ഇട്ട് നടക്കുന്ന അപൂർവ ആളുകളേ ഉള്ളൂ, വളരെ അപൂർവം. അവരെന്നെ ഓഫീസിലേക്ക് സ്വീകരിച്ചു. മഷൂക്ക് വന്നു, പരിചയപ്പെട്ടു. മഷൂക്ക് ഒരു തമിഴ് വംശജനാണ്. ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് ഇപ്പോൾ യങ്കൂണിലാണ് താമസം. നന്നായിട്ട് തമിഴ് സംസാരിക്കും, മലയാളം കുറേശ്ശെയൊക്കെ പറയും. തമിഴ് മുസ്ലിംസാണ് ഇവരെ. അപ്പോൾ മഷൂക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. നമുക്കറിയാം മലബാറുകാരുടെ ഒരു സ്വീകരണം എങ്ങനെയായിരിക്കും എന്ന്. ഞാനിന്ന് ചെല്ലുമെന്ന് ലൈല ജോർജ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം ലഞ്ചൊക്കെ ഒരുക്കി കാത്തിരിക്കുക ഞാൻ ചെല്ലുന്നതും കാത്ത്. മഷൂക്കിൻ്റെ ഭാര്യ കോഴിക്കോടുകാരിയാണ്, പക്ഷേ ഇവർ തമിഴ് മുസ്ലിംസാണ്. അവർ തമിഴ്നാട്ടിലാണ് അവരുടെ പാരമ്പര്യവും അവരുടെ വേരുകളും എല്ലാം. അപ്പോൾ അവർ വീട്ടിൽ സംസാരിക്കുന്നതെല്ലാം തമിഴാണ്. വൈഫും മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെ വട്ടത്തിൽ നിന്ന് നമ്മളെ സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് വിളമ്പുന്നു, അതിലേക്ക് മീൻ ചാറ് ഒഴിക്കുന്നു, ഒരു പ്രത്യേകതരം മീൻ കറിയൊക്കെ വെച്ചിട്ട് മീൻ ചാറ് ഒഴിക്കുന്നു. അതായത് സാമ്പാറിനകത്തോട്ട് മീനിട്ട പോലത്തെ ഒരു രുചിയൊക്കെയാണ്. നമുക്ക് ശീലമില്ലാത്ത ചില രുചികളാണെങ്കിലും അവരുടെ ഏറ്റവും ഗംഭീരമായ വിഭവങ്ങളാണ്. പല വിഭവങ്ങൾ കൊണ്ട് നമ്മളെ സൽക്കരിച്ച് വശം കെടുത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും ഊണൊക്കെ കഴിഞ്ഞ് ഏറ്റപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിതനായി, ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായി. അപ്പോഴത്തേക്കും മഷൂക്ക് പറഞ്ഞു, ഒരാളെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അയാൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓഫീസിലേക്ക് പോകാം. അപ്പോൾ ഈ ഓഫീസും വീടും എല്ലാം ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ 2-3 മുറികൾ ഓഫീസാക്കി മാറ്റിയിരിക്കുന്നു, ബാക്കിയുള്ളിടത്ത് വീട് താമസിക്കുന്നത്. അങ്ങനെയാണ്. ഓഫീസ് മുറിയിലേക്ക് ചെല്ലുമ്പം അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. ഇതേപോലെ തന്നെ ലുങ്കിയൊക്കെ കൊടുത്തൊരു കക്ഷി, ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അയാളെ പരിചയപ്പെടുത്തി. ടുൺ ടുൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ടുൺ ടുൺ ഇംഗ്ലീഷ് പറയും. അതാണ് ഇദ്ദേഹത്തെ വിളിച്ച് വരുത്തിയതിൻ്റെ കാര്യം. അടുത്ത 2-3 ദിവസം ഈ ടുൺ ടുണിനെയാണ് എൻ്റെ കൂടെ ഈ പല കാഴ്ചകളിലേക്കും പോകാൻ വേണ്ടി മഷൂക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവൻ ഇംഗ്ലീഷും അറിയാം, ഇവൻ നാട്ടുകാരനുമാണ്. ഇവനെ തന്നെ പരിചയപ്പെടുത്തി. ഇംഗ്ലീഷിൽ ഒരു ഫോർമൽ ഇംഗ്ലീഷിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ച ആളാണ്, ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ്, അതുകൊണ്ട് തന്നെ താങ്കളുടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ എനിക്ക് സാധ്യമാകും, ഏത് തെരുവിനെക്കുറിച്ചും ഏത് കെട്ടിടത്തെക്കുറിച്ചുമുള്ള ചരിത്രം മുഴുവൻ എനിക്ക് കൃത്യമായിട്ട് വിവരിച്ചു തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇയാൾ കാണാതെ പഠിച്ച ഒരു പ്രസംഗം അങ്ങ് നടത്തി. അങ്ങനെ മഷൂക്കിനോട് നന്ദിയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ടുണ്ടുൺ ഒരു ടാക്സി വിളിച്ചു. അപ്പോൾ ഈ ടുണ്ടുൺ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇങ്ങനെ ടൂറിസ്റ്റുകൾ യങ്കൂണിൽ അധികം വരാറില്ല, പ്രത്യേകിച്ച് യങ്കൂൺ പട്ടണത്തിൽ. ഈ ബർമയുടെ തന്നെ മ്യാൻമാറിൻ്റെ ഉൾനാടുകൾ ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കാണ് കൂടുതൽ ആളുകളും പോകുന്നത്. അതും ഈ പട്ടാള ഭരണവും എപ്പോഴും ഈ കലുഷിതമായ അന്തരീക്ഷവും ഒക്കെ ആയതുകൊണ്ട് തന്നെ അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമായിരുന്നില്ല അന്നൊക്കെ ഈ യങ്കൂണ്. പിന്നീട് ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ടൂറിസം വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ടൂറിസ്റ്റുകൾ പോകേണ്ട ഒരു സ്ഥലമാണ്. ധാരാളം പഗോഡകൾ, സ്വർണ്ണ പഗോഡകൾ. അതിൽ ഏറ്റവും പ്രമുഖമായതെന്ന് പറയുന്ന ശതകോൺ എന്ന് പറയുന്നൊരു പഗോഡയാണ്. അതായത് ഏതാണ്ട് 40 നില കെട്ടിടത്തോളം ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന കൂറ്റനൊരു സ്വർണ്ണ പഗോഡ. അതായത് 40 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ സ്വർണ്ണം കൊണ്ട് പണിത ഒരു പഗോഡ എങ്ങനെയുണ്ടോ ഒന്നും ചിന്തിച്ച് നോക്കിയേ. അതിന് ചുറ്റും 100 കണക്കിന് ചെറിയ ചെറിയ പഗോഡകൾ, മണ്ഡപങ്ങൾ, ബുദ്ധവിഹാരങ്ങൾ, ഇതെല്ലാം ചേർന്ന ഗംഭീരം ഒരു മലമുകളിലെ ഒരു സ്വർണ്ണ പട്ടണമാണ് ശരിക്കും പറഞ്ഞാൽ ശതകോൺ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾക്ക് ആദ്യം പോകേണ്ടത്. അതിനുവേണ്ടിയാണ് ടുൺ ടാക്സി വിളിക്കുന്നത്. അപ്പം ടാക്സിക്കാരനെ വിളിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടാക്സിക്കാരും ഒരു 5-6 ടാക്സിക്കാരെ വിളിച്ചിട്ട് അവരോടെല്ലാം റേറ്റ് ചോദിച്ചിട്ട് പറഞ്ഞു വിടുക, വേണ്ട നിന്നെ ഒന്നും വേണ്ട എനിക്ക് എന്നുള്ള മട്ടിൽ. അവരൊരു 3000 ചാട്ട് 4000 ചാട്ടൊക്കെ പറയും. അപ്പോൾ ഇയാൾ പറയും 1000 ചാട്ടിനാണെങ്കിൽ വന്നാൽ മതി. അപ്പോൾ ഇവർ പോടാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തർക്കിച്ച് സമയം കളയണ്ട, കിട്ടുന്ന ടാക്സി വിളിച്ചോളൂ. അപ്പോൾ അടുത്തത് വന്നു. അപ്പം അവൻ 3000 ചാട്ട് പറഞ്ഞു. ടുണ്ടുൻ പറഞ്ഞു 2000 തരും. അവനെന്തോ സമ്മതിച്ചു. ഏതായാലും ഞങ്ങൾ അതിനകത്ത് കയറി അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ഇയാൾ കാണാതെ പഠിച്ച യങ്കൂണിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് പറയണമെന്നില്ല. കാരണം അതൊക്കെ ഞങ്ങൾ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രതീഷ് കുമാർ ഇതൊക്കെ റിസർച്ച് ചെയ്യുന്ന ആളാണ്. കൂടാതെ ഞാനും യാത്രയ്ക്ക് മുമ്പ് ഇതെല്ലാം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ചെന്ന് യാത്ര കഴിഞ്ഞ് ചെന്നാലും എൻ്റെ ജോലി ഇതിനെക്കുറിച്ച്, ഈ നാടിനെക്കുറിച്ച്, ഇവിടുത്തെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച്, ഇതുവരെയുള്ള ഗതിവിഗതികളെക്കുറിച്ചൊക്കെ ഗഹനമായിരുന്നു പഠിക്കലാണ് എൻ്റെ ജോലി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളിത് പറഞ്ഞാലും അതൊന്നും ഞാൻ ഓർത്തിരിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ശതകോൺ പഗോഡയ്ക്ക് മുന്നിലേക്കെത്തി. ഈ പഗോഡ റോഡ് നിരപ്പിലല്ല, അവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട്. അവിടുന്ന് മലമുകളിലേക്ക് നമ്മൾ നടന്നു കയറണം. നടന്നു കയറുക എന്ന് പറഞ്ഞാൽ നിരവധി പടിക്കെട്ടുകളുണ്ട്. അതിലൂടെയാണ് നാട്ടുകാർ കയറി നമ്മൾ പഴനിമലയ്ക്കൊക്കെ കയറുന്ന പറഞ്ഞ പോലെ അങ്ങ് കയറണം. ഇവിടെ പക്ഷേ അങ്ങനെയല്ല സ്ഥിതി. ഈ ടുണ്ടുൺ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ലിഫ്റ്റിനടുത്തേക്കാണ്. ഈ ലിഫ്റ്റിൽ നേരെ കയറിയാൽ ഈ അമ്പലത്തിൻ്റെ മുകൾ നിലയുടെ, അമ്പലം ഇരിക്കുന്ന ആ നിലയുടെ നിരപ്പിലേക്ക് നമുക്ക് ചെല്ലാം. വലിയൊരു ലിഫ്റ്റാണ്. മറ്റേതല്ലെങ്കിൽ സ്റ്റെപ്സ് കയറി, നിരവധി സ്റ്റെപ്സുകൾ കയറി മുകളിലേക്ക് കയറണം. അപ്പോൾ പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, ടൂറിസ്റ്റുകൾ അല്ലെ വിദേശികളൊക്കെ വന്നാൽ ലിഫ്റ്റിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ. അമ്പലത്തിൽ കയറുന്നതിന് ഫീസില്ല, ടിക്കറ്റ് നിരക്കുമില്ല. കാരണം അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരാണ്. അവിടുത്തെ ബഹുഭൂരിപക്ഷ ആളുകളും ബുദ്ധിസ്റ്റുകളാണ്. അപ്പോൾ അവരുടെ ഒരു പ്രധാന പ്രാർത്ഥനാ കേന്ദ്രമാണ്, തീർത്ഥാടന കേന്ദ്രമാണിത്. അപ്പോൾ നാട്ടുകാർ വരുന്നു, അവർ ഈ സ്റ്റെപ്പിലൂടെ കയറി പോകുന്നു. പക്ഷേ നമ്മളെ ഈ സ്റ്റെപ്പ് ടുണ്ടുൺ കാണിച്ചില്ല, നേരെ ഈ ലിഫ്റ്റിലേക്ക് കൊണ്ടുപോയി കയറ്റി. ലിഫ്റ്റിൽ കയറണമെങ്കിൽ 2000 ചാട്ട് കൊടുക്കണം. ഇത് ലിഫ്റ്റിൻ്റെ യൂസർ ഫീസാണ്. അതായത് ഇതൊരു തന്ത്രമാണ്. അമ്പലത്തിൽ കയറുന്നതിന് പൈസ മേടിക്കാൻ പറ്റില്ല, പക്ഷേ ലിഫ്റ്റിൽ കയറുന്നതിന് പൈസ മേടിക്കാം.
അങ്ങനെ ലിഫ്റ്റിൽ 2000 ചാട്ടൊക്കെ കൊടുത്ത് ഇത് കയറി. 2000 ചാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ 100 രൂപയേ ഉള്ളൂ. അത് വലിയ ഗൗരവമായ കാര്യമൊന്നുമല്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഈ ലിഫ്റ്റിൽ കയറി മുകളിൽ ചെന്ന് ഇറങ്ങുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ നിരപ്പിലേക്കാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വർണ്ണ നഗരത്തിലേക്കാണ് ചെല്ലുന്നത്. അത് അതിമനോഹരമായി ഇന്നും സംരക്ഷിക്കുന്നു. നിലമൊക്കെ നല്ല മാർബിൾ വിരിച്ച്, അതായത് ഈ നാടിൻ്റെ ദാരിദ്ര്യവും പട്ടിണിയും കാഴ്ചകളൊക്കെയാണ് നമ്മളെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴേ സ്വീകരിക്കുന്നതെങ്കിൽ വൃത്തിയില്ലാത്ത തെരുവുകളും മുഷിഞ്ഞു പോയ പായൽ പിടിച്ചു പോയ കെട്ടിടങ്ങളും ഒക്കെയാണ് യങ്കൂൺ നഗരത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ, ഈ ക്ഷേത്ര കോംപ്ലക്സിലേക്ക് വന്നു കഴിയുമ്പോൾ കാണുന്നത് സ്വർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്ര കോംപ്ലക്സ്. നിരവധി സ്തൂപങ്ങളും മണ്ഡപങ്ങളുമുള്ള ഒരു വലിയ പ്രദേശം. അവിടെ ഇവിടെ എല്ലാ സ്തൂപങ്ങൾ, മണ്ഡപങ്ങൾ, ഇതിനെല്ലാം കണക്ട് ചെയ്ത് മാർബിൾ വിരിച്ച മുറ്റം, അതിലൂടെ എല്ലാം താലങ്ങളിൽ പൂക്കളും പൂജാദ്രവ്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ധാരാളം തീർത്ഥാടകർ, ബുദ്ധ ഭിക്ഷുക്കൾ തണലുകളിലും ചില കെട്ടിടങ്ങളുടെ തിണ്ണകളിലും ചില മണ്ഡപങ്ങളിലും ഒക്കെ ഇരുന്ന് ജപമാല കൊണ്ടിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധസന്യാസിമാർ, കുട്ടി ബുദ്ധസന്യാസിമാർ, ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നു. വേറൊരു ആത്മീയ ലോകത്തേക്ക് ചെല്ലുന്നത്. ആത്മീയതയും ഈ സ്വർണത്തിൻ്റെ തിളക്കവും ഈ വൃത്തിയും പ്രൗഢിയും എല്ലാം കൂടെ ചേർന്ന് അഭൗമമായ ഒരു സ്ഥലത്തേക്ക് ചെന്ന പോലെയാണ്. അവിടെ പല മണ്ഡപങ്ങളുണ്ട്, ഇതെല്ലാം ചിത്രീകരിച്ചു, അതിൻ്റെ എല്ലാം കാഴ്ചകൾ പകർത്തിയെടുത്തു. അത്ഭുതാതരവുകളോടെയാണ് നമ്മൾ അതിലൂടെ നടക്കുക. അത്ര ഗംഭീരം തന്നെയാണ്, പറയാതെ തരവില്ല. അത് ഭംഗിയായിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിൽ രസകരമായൊരു രംഗം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നതെന്നറിയോ, ഈ മുറ്റമൊക്കെ ഇങ്ങനെ വൃത്തിയായി കിടക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി തിരി കഴിഞ്ഞപ്പോഴാണ്. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പം ഒരു ഭാഗത്ത് കുറേ സ്ത്രീകളിങ്ങനെ 2 നിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതായത് ഒരു 10-40 പേരുണ്ട്. ഒരു നിരയിൽ ഒരു 20 പേര്, അതിൻ്റെ തൊട്ട് പുറകിൽ വേറൊരു നിരയിൽ ഒരു 20 പേര്, അതിൻ്റെ കുറച്ച് പിന്നിലായിട്ട് പുരുഷന്മാരുടെ ഒരു നിര. ഈ പെണ്ണുങ്ങളുടെ എല്ലാം കയ്യിൽ ഓരോ ചൂലുണ്ട്. അവരിങ്ങനെ നിരന്ന് നിന്ന് കഴിഞ്ഞിട്ട് ആരോ എന്തോ ഒരു കാര്യം പറയുന്നു. ഒരു പ്രാർത്ഥനാ മന്ത്രം ചെല്ലിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തോ പറയുന്നു. ഇവർ പയ്യെ അടിച്ചു തുടങ്ങുന്നു. അവർ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവുകയാണ്. അതായത് ഇത് ഇവിടുത്തെ ഒരു വഴിപാടാണ്. സ്ത്രീകളിങ്ങനെ നിരന്ന് നിന്ന് ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നു. ഈ അടിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന പുറകെ പോകുന്ന ആളുകൾ ഇത് കോരി മാറ്റുന്നു. പുരുഷന്മാരും ഒരല്പം നാണത്തോടു കൂടി ചൂലുമായിട്ട് അടിച്ചടിച്ച് ഇവരുടെ പിന്നാലെ പോകുന്നു. അതായത് ഇവരെ ഈ വഴിപാടിലൂടെ ഈ ക്ഷേത്ര നഗരം മുഴുവൻ ഗംഭീരമായിട്ട് വൃത്തിയാക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കുക, നമ്മുടെ ക്ഷേത്ര നഗരങ്ങളിലും നമ്മുടെ നഗരങ്ങളിൽ പോലും വേണമെങ്കിൽ നടത്താവുന്നൊരു കാര്യമാണ് വഴിപാടായിട്ട് അടിച്ചുവാരുന്നൊരു പണി ഏൽപ്പിച്ചാൽ കേരളവും ഇന്ത്യയും ഏറ്റവും ചുരുങ്ങിയത് ക്ഷേത്ര നഗരങ്ങളെങ്കിലും എത്ര വൃത്തിയായി കിടന്നേനെ. നമ്മുടെ ഒരു വഴിപാടായിട്ട് പൈസ കൊണ്ടുപോയിടുന്നതിന് പകരം, വെടി പൊട്ടിക്കുന്നതിന് പകരം, തേങ്ങ ഉടയ്ക്കുന്നതിന് പകരം അടിച്ചുവാരുന്ന ഒരു വഴിപാട് കൊണ്ടുവന്നാൽ ശബരിമല വൃത്തിയാക്കാൻ നമ്മൾ പ്രത്യേക എഫർട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ. അടിച്ചുവാരലൊരു വഴിപാടാക്കി മാറ്റണം, ഒരു ഈശ്വരാരാധനയാക്കി മാറ്റണം, ഒരു പ്രാർത്ഥനയാക്കി മാറ്റണം. വൃത്തിയാക്കൽ, സൗന്ദര്യവൽക്കരണം ഒരു ഈശ്വരാരാധനയും ഈശ്വരനോടുള്ള പ്രാർത്ഥനയും മാറ്റുന്ന ഒരു കാലം വന്നെങ്കിലേ നമ്മുടെ നാട് വൃത്തിയാകുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഈ പഗോഡ കോംപ്ലക്സിന് 2500 വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ബുദ്ധൻ്റെ 8 മുടിനാരുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇവിടേക്ക് തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം. പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു ആധ്യാത്മിക കേന്ദ്രമായിട്ട് ഇത് മാറാൻ കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബുദ്ധഭഗവാന്റെ 8 മുടിനാരുകൾ ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ആ കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അടുത്തത് നഗരഹൃദയത്തിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പദ്ധതി. നഗരഹൃദയത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇത് ദീർഘകാലം നമുക്കറിയാം ബർമ്മ ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. പ്രത്യേകിച്ച് യങ്കൂൺ അവരുടെ ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു. ആ കൊളോണിയൽ കാലത്തെ പ്രൗഢിയെല്ലാം നിലനിർത്തുന്ന ഗംഭീരമായ കെട്ടിടങ്ങളുടെ നിരകൾ, ഇതൊക്കെയാണ് ഡൗൺ ടൗണിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ കെട്ടിടങ്ങളെല്ലാം അടുത്ത കാലത്ത് എങ്ങും വൃത്തിയാക്കാതെ, പെയിൻ്റ് അടിക്കാതെ, ദീർഘകാലം മഴവെള്ളം ഒഴുകി ഈ ചുവരുകളെല്ലാം കറുത്ത പായൽ പിടിച്ചു പോയ കെട്ടിടങ്ങളാണ്. പക്ഷേ അതെല്ലാം തേച്ച് മിനുക്കി ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്താൽ ആഢ്യത്തമാർന്ന അതിഗംഭീരമായ കെട്ടിടങ്ങളായിരിക്കുമെന്ന് നമുക്ക് ആ കാഴ്ച തന്നെ മനസ്സിലാവും. പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച് ദീർഘകാലമായ പട്ടാള ഭരണമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നാളെ എന്ത് എന്നതിൻ്റെ അനിശ്ചിതത്വത്തിലാണ് ഇവിടുത്തെ മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. എന്ത് സംഭവിക്കാം? ഗവൺമെൻറ്റിനെ വിമർശിക്കാനോ സൗകര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടാനോ ഒന്നും ഒരു മനുഷ്യനും ധൈര്യമില്ല. അതിനെതിരെ പ്രതിഷേധം നടത്തുകയും ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്താണ് ഓങ് സാങ് സൂചി കുറച്ചു കാലം അധികാരത്തിൽ വരികയും പിന്നീട് വീണ്ടും അവരിപ്പോഴും വീട്ടുതടങ്കലിലാണ്. ഞാൻ ടുണ്ടുനോട് ചോദിച്ചു, ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ എവിടെയാണ്? ഈ നൈറ്റ് ലൈഫുള്ള അല്ലെങ്കിൽ ആളുകൾ വൈകുന്നേരം ഒത്തുചേരുന്ന ഫുഡ് സ്ട്രീറ്റുകളുള്ള ഒരു ഭാഗം എവിടെയായിരിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നമുക്ക് ചൈനീസ് മാർക്കറ്റിലേക്ക് പോകാം. ഞാൻ ചോദിച്ചു, ചൈനീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചൈനീസ് പ്രോഡക്റ്റൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണോ? അല്ല, ഫുഡ് സ്ട്രീറ്റാണ്, ഗംഭീര സ്ഥലമാണ്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ടാക്സി വിളിച്ചു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരാളെ കിട്ടിയുള്ളൊരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് യാത്ര ചെയ്യാം. ടാക്സി വിളിച്ചു, ഈ ചൈനീസ് മാർക്കറ്റിൽ കൊണ്ട് ഇറക്കി. അപ്പോഴത്തേക്കും നേരെ സന്ധ്യയായി വരുന്ന സമയമാണ്, ഇരുട്ടിയിട്ടില്ല.
പക്ഷേ ചൈനീസ് മാർക്കറ്റ് സജീവമായി തുടങ്ങുന്ന സമയമാണ്. ചൈനീസ് മാർക്കറ്റ് എന്ന പേരെങ്കിലും മുഴുവൻ മ്യാൻമാറികളാണ്. അവിടെ സ്ത്രീകളാണ് കച്ചവടക്കാർ മുഴുവൻ. അവിടെ വിൽക്കുന്നത് പ്രധാനമായിട്ടും ഭക്ഷ്യവസ്തുക്കളാണ്. ഒരു തെരുവ് മുഴുവൻ ഭക്ഷ്യവസ്തുക്കളുടേതാണ്. യങ്കൂൺ നഗരത്തിലേക്ക് എത്തിയ സന്ദർശകരും ആ നാട്ടുകാരും ഒക്കെ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന തെരുവുകളാണിത്. ഇവിടെ വിഭവ വൈവിധ്യങ്ങളാണ്. അതായത് മത്സ്യത്തിൻ്റെ വിവിധ വിഭവങ്ങൾ, മുട്ട, പലതരം നാട്ടുവിഭവങ്ങൾ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എല്ലാത്തരം വിഭവങ്ങളും കിട്ടും. തായ്ലൻഡിലെ ചില ഫുഡ് സ്ട്രീറ്റുകളിലൂടെ പോകുമെന്ന് പറഞ്ഞ പോലെയാണ്. വറുത്തത്, പൊരിച്ചത്, ഗ്രില്ല് ചെയ്തത്, പുഴുങ്ങിയെടുത്തത്, ഇങ്ങനെ നിരവധി വിഭവങ്ങൾ. അത് മാവും മുട്ടയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ചില വിഭവങ്ങളുണ്ട്. കരിമീൻ പോലെ ഇലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്ന ചില വിഭവങ്ങളുണ്ട്. മാംസം, ആട്ടിറച്ചി, പന്നിയിറച്ചി, കോഴിയിറച്ചി, അതിൻ്റെ ആന്ധ്രാവയവങ്ങൾ, ഇതൊക്കെ ഗ്രില്ല് ചെയ്തത്, വറുത്തത്, പൊരിച്ചെടുത്തത്, എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്തതൊക്കെ ഈ തെരുവിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ഭ്രമിപ്പിച്ച് കളയുന്ന ഒരു തരം ഗന്ധമാണ്. പലതരം ഭക്ഷണ വസ്തുക്കൾ, മാംസങ്ങളൊക്കെ ഇങ്ങനെ മൊരിഞ്ഞിട്ടുള്ളൊരു മണം. ചിലയിടത്ത് പ്രത്യേക തരത്തിൽ നമ്മളെ കൊതിപ്പിക്കുന്ന മട്ടിൽ കമ്പിലിങ്ങനെ കോർത്ത മീനൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കനലിൻ്റെ മുകളിൽ വെച്ച്. അതുമാത്രമല്ല, ബീർ കിട്ടാത്ത ഒരു കടയില്ല. നമ്മൾ ഈ മത്സ്യം മേടിച്ച് ഒരിടത്ത് പോയിരിക്കുമ്പോൾ അവർ വന്ന് ചോദിക്കും, ബീർ വേണ്ടേ, ഏത് ബീറാണ് വേണ്ടേ? അപ്പോൾ ചാങ് ബീർ മുതൽ കിഴക്കനേഷ്യയിൽ കിട്ടുന്ന പല ബീറുകളും അവിടെ ലഭ്യമാണ്. അവിടുത്തെ ലോക്കൽ ബീറും ഉണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ബീറുകളും, പലതരം ബീറുകൾ അവിടെ ലഭ്യമാണ്. ഞാൻ കുറേ നേരം ഈ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് നടന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരിടത്തിരുന്നു. ഞാനും ടുണ്ടുണും കൂടെ കൂടുതൽ പരിചയപ്പെടുന്ന അവിടെ വെച്ചാണ്. ടുണ്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുവിശേഷങ്ങൾ പറഞ്ഞു, അയാളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു, ആ നാട് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറഞ്ഞു, അവരുടെ വേദനകളെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും ഈ ടുണ്ടുൻ ചുറ്റും ഒന്ന് നോക്കിയിട്ട് ആരും അടുത്തില്ലെന്ന് തോന്നുമ്പോഴേ നാട്ടിനെക്കുറിച്ച് പറയുള്ളൂ. ശബ്ദം താഴ്ത്തിയാണ് പറയുക. പട്ടാള ഭരണമാണ്. ആ കാണുന്ന ജനങ്ങളിൽ 1/3 ചാരനാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരെന്തെങ്കിലും സർക്കാരിനെതിരെ, ഈ പട്ടാള ഭരണത്തിനെതിരെ പറഞ്ഞു പോയാൽ അടുത്ത ദിവസം അകത്താണ്. അത്ര ഭീതിയിൽ വസിക്കുന്ന ജനത്തെയാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് ചില ഗ്രിൽഡ് വിഭവങ്ങളും ഒക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി കുറച്ച് വൈകുവോളം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് ടുണ്ടുൺ മടങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു സർക്കുലർ ട്രെയിനുണ്ട്. അതായത് നഗരഹൃദയത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി നഗരത്തിന് പുറത്തുകൂടെ കറങ്ങി തിരിച്ച് നഗരത്തിലെത്തുന്ന ഒരു സർക്കുലർ ട്രെയിൻ. അതായത് ഒരു നഗരത്തിന് പുറത്തുകൂടി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം. ഒരു 3-4 മണിക്കൂർ നേരത്തെ ഒരു കറക്കം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം നാട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. നാട്ടുകാർ ആണ് യാത്രക്കാർ മുഴുവൻ. പട്ടണത്തിലേക്ക് ജോലിക്ക് വരുന്നവരും പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരും ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോകുന്നവരും ഒക്കെ ഇതിനകത്ത് കാണാം. ഈ 3 മണിക്കൂർ യാത്ര കഴിയുമ്പോഴത്തേക്കും ഗ്രാമങ്ങൾ കാണാം, അവിടുത്തെ ജീവിതം കാണാം, ഈ ട്രെയിനിനകത്തെ ജീവിതം കാണാം, ലോക്കൽ ട്രെയിനകം എങ്ങനെ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഉച്ച വരെയുള്ളൊരു സമയത്ത് ഈ ട്രെയിനിലൊന്ന് കറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. താമസിച്ചിരുന്ന ക്വീൻസ് പാർക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ടുണ്ടുൺ വന്നു, റെഡിയായി. കൈലിമുണ്ടൊക്കെ, പുതിയ കൈലിമുണ്ടൊക്കെ കൊടുത്ത് വന്നിരിക്കുന്നു. തോളയിലൊരു സഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈഡാണ്, എൻ്റെ സംരക്ഷകനാണ് എന്നുള്ള അഭിമാനത്തോടെയാണ് പുള്ളി മുമ്പേ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ടാക്സി വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുത്തെ റെയിൽവേ സംവിധാനവും ആരംഭിക്കുന്നതെല്ലാം ബ്രിട്ടീഷുകാരാണ്. പ്രത്യേകിച്ച് ഈ കിഴക്കനേഷ്യയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും റെയിൽവേ സംവിധാനം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. ഈ ബർമയിൽ 1877 തന്നെ റെയിൽവേ സംവിധാനങ്ങളെല്ലാം വന്നു, റെയിൽ പാളങ്ങൾ വന്നു. ഏതാണ്ട് 170 കിലോമീറ്ററോളം ദൂരം ആദ്യ ഘട്ടത്തിൽ തന്നെ റെയിൽവേ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇന്ന് അതെല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഈ പട്ടാള ഭരണം, പ്രതിബദ്ധതയില്ലാത്ത ഭരണകൂടങ്ങൾ ഒക്കെ ആ രാജ്യത്തെ നശിപ്പിച്ചു കളഞ്ഞു. പട്ടാളത്തിൻ്റെ മുകൾ മുതൽ താഴെ വരെയുള്ള പല തട്ടുകളിലുള്ള ആളുകളെ കൂടെ നിർത്താൻ വേണ്ടി പട്ടാള ഭരണകൂടം അവരെ എല്ലാം സൂചിപ്പിക്കാൻ വേണ്ടി നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുക. കാരണം ആയുധമുള്ള പട്ടാളക്കാരനാണ് ആ രാജ്യത്തിൻ്റെ അധികാരം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിലൂടെയല്ല, വോട്ടിലൂടെയല്ല അധികാരത്തിലെത്തിയിരിക്കുന്നത്. ജനത്തെ ഇവർക്ക് പുല്ലുവിലയാണ്. കാരണം അവൻ്റെ കയ്യിൽ ആയുധമില്ല. ആയുധമുള്ളവൻ കൂടെയുള്ളവനാണ് നാളെ അധികാരത്തിലിരിക്കുന്നത്. അതാണ് പട്ടാള ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ എല്ലാ പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്ന ഒരു ജനത്തിനൊപ്പമാണ് ഇനി ഏതാനും മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. 9:30 ട്രെയിനുണ്ട്, സർക്കുലർ ട്രെയിൻ പുറപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു 8:45 തന്നെ അവിടെ ചെന്നു. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ പാസ്പോർട്ടൊക്കെ കൊടുക്കണം. വിദേശി കൂടെ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കൊടുക്കണം. മാത്രമല്ല വിദേശിക്ക് ഡോളറിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതിന് സ്പെഷ്യൽ ഫീസൊക്കെയാണ്. അപ്പോൾ ടുണ്ടുൺ പോയി ഇതൊക്കെ അറേഞ്ച് ചെയ്തു. കുറച്ച് സമയം എടുത്തു അതിന് വേണ്ടി. അതിനൊരു പ്രത്യേക ഓഫീസിലൊക്കെ പോയി ഈ ഫീസൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 9 മണിയായപ്പോൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്ലാറ്റ്ഫോമുകളുണ്ട് അവിടെ. ഒരു അടുക്കും ചിട്ടയുള്ള റെയിൽവേ സ്റ്റേഷനൊന്നുമല്ല. അവിടെ ഈ പ്ലാറ്റ്ഫോമുകളിൽ മുഴുവൻ കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ്. അവിടെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരായിട്ട് നമുക്ക് ഒരാളെയും കാണാൻ പറ്റില്ല. ഈ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ബാക്കി ആരെയും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്കിടയ്ക്കെല്ലാം മൈക്കിൽ കൂടെ ഈ ഇവരുടെ ഭാഷയിൽ എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ടുണ്ടുണിനോട് ചോദിക്കുന്നു, ഇത് എന്തായി പറയുന്നത്? അത് പറഞ്ഞ് അതെന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ കാര്യമാക്കണ്ട. ഈ പ്ലാറ്റ്ഫോമിൽ കച്ചവടത്തിനിരിക്കുന്ന പലതരം ആളുകളാണ്.
പലതും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ആളുകൾ ഈ ഭക്ഷണം ഉണ്ടാക്കിക്കും. സലാഡ് പോലുള്ള ചില സാധനങ്ങൾ, ചോറും സലാഡും കൂടെ മിക്സ് ചെയ്ത സാധനങ്ങൾ, അങ്ങനെ പല സാധനങ്ങളും ആളുകളെല്ലാം ഇത് വന്ന് വാങ്ങി ഓരോ പൊതി വാങ്ങി സഞ്ചിക്കകത്ത് വെച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഈ യാത്ര, ചെറിയ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇത്രയും പൊതിയൊക്കെ വാങ്ങി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണെന്നൊക്കെ സംശയം വരും. എല്ലാവരും ഈ ലുങ്കി എന്ന് പറഞ്ഞ സാധനം കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലുങ്കി മുമ്പിൽ ഒരു പ്രത്യേക രീതിയിൽ കെട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ലുങ്കി എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും, ഇവിടുത്തെ ദേശീയ വസ്ത്രം ഇതാണോ? പറഞ്ഞാൽ അതെ, ഞങ്ങളുടെ പരമ്പരാഗതമായിട്ട് ഈ ലുങ്കിയാണ് ഞങ്ങളെല്ലാവരും കൊടുക്കുന്നത്. നമ്മുടേതുപോലെ രണ്ടറ്റവും വിട്ട ഒരു ലുങ്കിയല്ല, ഇത് രണ്ടറ്റവും കൂടെ ചേർത്ത് തയ്ച്ച ഒരു ലുങ്കിയാണ്. എന്നിട്ട് അതിനെ നടുക്ക് കൊണ്ടുവന്ന് കെട്ടി അങ്ങോട്ട് വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഈ നമ്മുടെ ടുണ്ടുണ്ണും ലുങ്കിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ടുണ്ടുണ്ണ അതൊക്കെ അഴിച്ചിട്ട് തന്നെ പ്രദർശിപ്പിച്ചു. കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ കെട്ടുന്നത്, പറ്റുമോ നിങ്ങളെ കൊണ്ട് എന്നുള്ള മട്ടിൽ. ഈ രണ്ടറ്റവും വിട്ട് കിടക്കുന്ന ലുങ്കി എടുത്തുകൊണ്ട് നടന്നവരാ നമ്മൾ മലയാളികൾ എന്നുള്ളത് ടുണ്ടുണ്ണന് അറിയത്തില്ലല്ലോ. 9:30 ഒരു അനക്കവും ഇല്ല, ഒരു അനൗൺസ്മെൻറ്റും ഇല്ല, ട്രെയിനുകളൊന്നുമില്ല അവിടെ. 9:40 9:50 സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ടുണ്ടുണ്ണിന് ഒരു ആശങ്കയില്ല. ഞാൻ ചോദിച്ചു, ഇതെന്താ 9:30 ട്രെയിൻ ഇതുവരെ വരാത്തത്? അത് വരും, ഇതിവിടുത്തെ നാട്ടു നടപ്പ് ഇങ്ങനെയാണ്. 9:30 എന്നൊക്കെ ഒരു കണക്കേ ഉള്ളൂ, അതൊക്കെ വരുമ്പോൾ 10:11 ആവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ആളുകൾക്ക് പലയിടത്തും സമയത്തെത്തണ്ടേ? എന്തിന്, ആർക്കാണ് സമയത്ത് എവിടെ എത്തേണ്ടത്? അതായത് ആർക്കോ വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ, സമയനിഷ്ഠയില്ലാത്ത ജനങ്ങൾ, ഒന്നിനെക്കുറിച്ചും അവർക്കൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു മനുഷ്യർ എന്ത് ചെയ്യാനാണ് സമയത്ത് ഒരിടത്ത് എത്തിയിട്ട്? അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഒരു ട്രെയിന് ഇങ്ങനെ വരുന്നു, അതിങ്ങനെ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി വന്ന് അവിടത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതാണോ നമുക്കുള്ളത്? അല്ല, അതൊന്നുമല്ല, നമ്മുടേത് വരുമ്പോൾ അനൗൺസ് ചെയ്യും. അങ്ങനെ പിന്നെയും കാത്തിരുന്നു. ഒരു 10 മണി കഴിഞ്ഞു. ഇത്ര കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു ട്രെയിനും വന്നു. ഇതെല്ലാം നാരോ ഗേജാണ്, ചെറിയ വീതി കുറഞ്ഞ പാളങ്ങളിലൂടെ ഇത് ഓടുന്നത്. അതിനകത്തും ഒരു 3-4 പെട്ടികളുണ്ട്. പെട്ടികളെന്ന് പറഞ്ഞാൽ കോച്ചെന്നോ ബോഗിയെന്നോ ഒക്കെ പറയുന്ന സാധനം. അത് വന്ന് നിന്നു. അപ്പോഴത്തേക്കും ടുണ്ടിൻ പറഞ്ഞു, നമുക്കതൊക്കെ ചെന്ന് കയറാം, അതാണ് നമുക്കുള്ള ട്രെയിൻ. ഞങ്ങൾ അതിലേക്ക് ചെന്ന് കയറി. ഈ മരപ്പെട്ടി തന്നെ ഒരു 3-4 മരപ്പെട്ടികളുണ്ട്. ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നിലത്തൊക്കെ ഇലകൾ, ഈ പുല്ല്, ഇതൊക്കെ ചെതറിക്കിടക്കുന്നു. നിലം പലക അടിച്ചിരിക്കുക. സാധാരണ ഒരു പലക ഒരു ആട്ടിൻകൂട്ടിനകത്ത് കയറിയ പോലെ, അല്ലെങ്കിൽ ഒരു കന്നുകാലിത്തൊഴുത്തിനകത്ത് കയറിയ പോലെ. ഇതിൻ്റെ 2 വശത്തും ജനലുകളുണ്ട്. ഈ ജനലുകളുടെ ഒരു നിരയുണ്ട്. ഈ ജനലുകൾക്കൊന്നും അഴികളില്ല. ആ ജനലിനകത്തൂടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോകാനോ അത്രയും വലിപ്പമുള്ള ജനലുകളാണ്. ഈ ജനലിനോട് ചേർന്ന് 2 വശത്തും ഈ ബോഗിയുടെ നീളത്തോട് നീളം ഓരോ ബെഞ്ചങ്ങ് ഇട്ടിട്ടുണ്ട്, നീണ്ട ഒരു ബെഞ്ച്. ഈ ബെഞ്ചിലാണ് കയറി ചെല്ലുന്നവരെല്ലാം ഇരിക്കുന്നത്. അവർ പരസ്പരം ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരിക്കുക. ചിലർ ഈ ബെഞ്ച് ചെരിഞ്ഞ് ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഈ ജനലിൽ കൂടെ പുറത്തോട്ട് കൈയൊക്കെ ഇട്ട് പുറത്തേക്ക് തലയൊക്കെ ഇട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നു. കുറേ നേരം അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറിയിരുന്നു. ഞാൻ ഈ കയറിയിരിക്കുന്ന ആളുകളുടെ അവരുടെ രൂപങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ ചന്തയിലും ഈ നാട്ടിലും ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പം അവിടുത്തെ സ്ത്രീകളെല്ലാം കവിളിൽ നമ്മൾ ചന്ദനം അരച്ചും നെറ്റിയിലൊക്കെ പുരട്ടുമല്ലോ, ഇടുമല്ലോ, കുറി തൊടുമല്ലോ എന്ന് പറഞ്ഞതുപോലെ 2 കവിളിലും അവരിങ്ങനെ പുരട്ടിയിട്ടുണ്ടാവും വെളുത്ത ഒരു വസ്തു. ഞാൻ ചോദിച്ചാൽ അതെന്താ സാധനം? അതിൻ്റെ പേര് ടനാക്ക എന്നാണ്. ടനാക്ക അതൊരു പ്രത്യേകതരം മരത്തിൻ്റെ ഉണങ്ങിയ തടി അരച്ച് അതിങ്ങനെ കവിളെ പുരട്ടുന്നതാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് അവരുടെ ഒരു ശീലമാണ്. നമ്മൾ കുറി തൊടുന്നെന്ന് പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ തൊടുന്ന പറഞ്ഞ പോലെ ഇവർ ടനാക്ക മുഖത്തിങ്ങനെ പുരട്ടി 2 കവിളിലും പുരട്ടി നടക്കും. ഈ ബർമീസ് സ്ത്രീകളുടെ മുഴുവൻ കവിളയിൽ എത്ര സുന്ദരിയാണെങ്കിലും ഈ ടനാക്ക ഇങ്ങനെ പുരട്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. അതോടെ അവരുടെ സൗന്ദര്യം പോകുന്നുണ്ടെന്നുള്ള അവർ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ ഈ ടനാക്ക പുരട്ടി കുറേ പെണ്ണുങ്ങൾ, കൂടാതെ എല്ലാം മുറുക്കും. ബാക്കി ആണുങ്ങൾ മുഴുവൻ പുകവലിക്കാരെ സിഗരറ്റ് വലി ഈ ബോഗിക്കകത്തും ഇരുന്ന് എല്ലാവരും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ട്രെയിനിനകത്ത് വലിക്കുന്നതിനൊന്നും ഇവിടെ ഒരു തടസ്സവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു അനൗൺസ്മെൻറ്റ് വീണ്ടും വരുന്നു. അപ്പം ടുണ്ടുൺ ഇങ്ങനെ ചെവി ഓർത്തു. അത് കഴിഞ്ഞ് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോയ്ക്കകത്തിരുന്നതിലെ പകുതിയിലേറെ പേര് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ടുണ്ടുൺ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ അനൗൺസ്മെൻറ്റൊക്കെ വരും, നമ്മളെല്ലാത്തിനും ഇറങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ട്രെയിനാണെന്നല്ലേ പറഞ്ഞത്? അതാണെന്ന് പറയുന്നു, നമുക്ക് നോക്കാം. അങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പോഴത്തേക്കും ഒരു സായിപ്പും കയറി വന്നു. അയാൾ ഇതിനകത്ത് എൻ്റെ കൂടെ ഇരുന്നു. അയാൾക്കും വലിയ കൗതുകമായി, മറ്റൊരു നാട്ടുകാരനെ ഇവിടെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ട്രെയിൻ ഒരു പാളത്തെ കൂടെ വരുന്നു. അപ്പോഴത്തേക്കും ടുണ്ടുൺ പറഞ്ഞു, നമുക്ക് അതേതാണെന്ന് ചെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഈ 1ാം പ്ലാറ്റ്ഫോമിൽ ഈ പുതുതായിട്ട് വരുന്ന ആ ട്രെയിനിൻ്റെ സമയത്തേക്ക് ചെന്നു. അത് പാളത്തിൽ വന്ന് നിന്നു. ഈ പോയ ആളുകളിൽ കുറേ പേർ അതിനകത്ത് ചെന്ന് കയറി. ഞങ്ങൾ കയറണോ വേണ്ടയോ എന്നറിയാതെ ഇങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ട്രെയിൻ പയ്യ ഓടിത്തുടങ്ങുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. ആ അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് ടുണ്ടുൺ പറഞ്ഞു, പെട്ടെന്ന് ചാടി കയറിക്കോളാൻ പറഞ്ഞു, ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ. അപ്പോൾ ഓടിത്തുടങ്ങിയ ട്രെയിനിലേക്ക് ഞങ്ങൾ ഓടിച്ചെന്ന് കയറുകയാണ്. അള്ളിപ്പിടിച്ച് അത് കയറി പറ്റുമ്പോൾ അതിനകത്ത് നിറയെ അത്യാവശ്യം ആളുകളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൺസർട്ടനാണ് എല്ലാം. എത്ര ട്രെയിൻ വൈകിയാലും ആരും പ്രതികരിക്കാറില്ല, ആരും ചോദ്യം ചെയ്യാറില്ല, ചോദ്യം ചെയ്യാനൊട്ട് ആളുമില്ല, ആരോട് ചോദിക്കാൻ. ട്രെയിൻ വന്നെങ്കിലായി, ചിലപ്പോൾ ആ ട്രെയിനാണ് പുറപ്പെടുന്നതെന്ന് പറയും,
ഇത്തിരി കഴിയുമ്പോൾ അനൗൺസ് ചെയ്യും ഇപ്പുറത്തെ ട്രാക്ക് കിടക്കുന്ന ഈ ട്രെയിനാണ് പുറപ്പെടുന്നതെന്ന് പറയും. വീണ്ടും അനൗൺസ് ചെയ്യും ചിലപ്പോൾ നീ പഴയ ട്രെയിനിലേക്ക് പോയിരുന്നു അതാ പുറപ്പെടുക എന്നുള്ളത്. ഇതൊക്കെ സഹിക്കുന്ന ഒരു ജനം. അങ്ങനെ ട്രെയിൻ ഓടിത്തുടങ്ങി കുറേ ദൂരം ഓടി ഓരോരോ സ്റ്റേഷനുകളിൽ നിർത്തുന്നു. ചില സ്റ്റേഷനിലെത്തുമ്പോൾ കുറച്ച് ആളുകൾ ഇറങ്ങിപ്പോകുന്നു, വേറെ ചിലർ കയറി വരുന്നു. ഈ ട്രെയിനിനകത്തേക്ക് കച്ചവടക്കാരുടെ വലിയൊരു തിരക്കാണ്. കുറച്ച് 1-2 സ്റ്റേഷനും കഴിയുന്നതോടുകൂടി പല വസ്തുക്കളുമായിട്ട് കയറി വരും. അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ, വാച്ച്, പെർഫ്യൂമുകൾ, ടോർച്ച്, കാൽക്കുലേറ്റർ, കീ ചെയിന്, ഇങ്ങനെ പല സാധനങ്ങളുമായിട്ട് ആളുകൾ കയറി വരുന്നു. അവരിങ്ങനെ ഓരോരുത്തരെ മുൻകൂടെ കൊണ്ടുവിടുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, അടുത്ത ബോഗിയിലേക്ക് പോകുന്നു. ഭക്ഷണ വസ്തുക്കളുമായിട്ട് വരുന്നവർ, മുറുക്കാൻ വിൽക്കാൻ വരുന്നവർ, സിഗരറ്റ് വിൽക്കാൻ വരുന്നവർ, ഇങ്ങനെ വലിയൊരു സംഘം. വേറൊരു കൂട്ടരെ അന്ധരായ ഒരു പാട്ട് പാടാൻ വരുന്നവർ, ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ലോകമാണ്. വേറൊരു സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും കുറേയേറെ ആളുകൾ പച്ചക്കറിക്കെട്ടുകളുമായിട്ട് കയറി വരുന്നു. ഈ ട്രെയിനിൻ്റെ നടുഭാഗം, ഈ ബോഗിയുടെ നടുഭാഗം ഇങ്ങനെ ഫ്രീ ആക്കി ഇടുകയും 2 സൈഡിലും ആളുകൾ ഇരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ നടുക്ക് മുഴുവൻ ചരക്ക് വെക്കുന്ന സ്ഥലമാണ്. വലിയ ഈ പോകുന്ന വഴിക്ക് ചില ഗ്രാമങ്ങളിൽ വലിയ ചന്തകളുണ്ട്. അവിടെ നിന്ന് ഓരോ ചാക്ക് പച്ചക്കറികളുടെ വലിയ കെട്ടുമായിട്ടാണ് ചിലർ കയറി വരുന്നത്. ചിലർ പുല്ലിൻ്റെ വലിയ കെട്ടുമായിട്ട് കയറി വരും, ചിലർ വിറകിൻ്റെ വലിയ കെട്ടുമായിട്ട് കയറി വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പച്ചക്കറിയായിട്ട് കയറി വന്ന സ്ത്രീകൾ വട്ടത്തിലിരുന്ന് ഇതിനകത്ത് കറിക്ക് ഒരുക്കാൻ തുടങ്ങും. പയർ പൊളിക്കുന്നു, വെണ്ടയ്ക്ക അരിയുന്നു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കറിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാനുള്ള പണി ഒരിടത്ത് നടക്കുന്നുണ്ട്. വേറൊരു കൂട്ടരെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭക്ഷ്യവിഭവങ്ങളുമായിട്ട് വരും, പലതരം പലഹാരങ്ങളുമായിട്ട് കയറി വരും. ഒരുതരം ബണ്ണ്, അതിനകത്ത് ജാമും ഒരു ക്രീമും ഒക്കെ പുരട്ടിയിട്ട് അവിടെ വെച്ച് തന്നെ ഇതെല്ലാം പുരട്ടി അപ്പം തന്നെ വിൽക്കുന്നു. ഇത് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇങ്ങനെ വ്യത്യസ്തമായൊരു ലോകമാണ്. പുറത്തെ കാഴ്ചകളിലേക്ക് തിരിയുമ്പോഴോ ശീമക്കൊന്ന വെച്ച വേലിപ്പടർപ്പുകൾ, വാഴ കുലച്ച് നിൽക്കുന്ന പറമ്പുകൾ, ചതുപ്പ് പ്രദേശങ്ങൾ, പുല്ല് വളർന്നു നിൽക്കുന്ന തൊടികൾ, ദാരിദ്ര്യം പിടിച്ച വീടുകൾ, ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്ര. ഇത്തിരി കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ ഒന്ന് ഹോണടിച്ച് കഴിയുമ്പോഴത്തേക്കും ടുണ്ടുൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുറത്തേക്ക് നോക്കിക്കോളാൻ പറഞ്ഞു. നോക്കുമ്പം നമ്മൾ കാണുന്നത് ഒരു ചന്തയ്ക്കകത്തൂടെയാണ് ട്രെയിൻ പോകുന്നത്. 2 സൈഡിലും ചെറിയ കുടകളെല്ലാം നാട്ടി പച്ചക്കറികളും മീനും ഇറച്ചിയും പലവിധ സാധനങ്ങളും തുണിയും അതും ഇതും എല്ലാം വിൽക്കുന്ന നിരവധി കടകളുടെ ചെറിയ ചെറിയ ഷെഡുകളുടെ നടുക്കൂടെ പോവുകയാണ്. അപ്പോൾ ഈ കുടകളൊക്കെ ഇങ്ങനെ മാറ്റി പിടിച്ചേക്കുക ആളുകൾ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട്. ഈ താഴെ നിൽക്കുന്നവർ ഇവരുടെ കുടയിൽ ട്രെയിൻ മുട്ടാതിരിക്കാൻ വേണ്ടി കുടയൊക്കെ ഇങ്ങനെ മാറ്റി പിടിച്ചേക്ക് നമുക്ക് കാണാം. ആ ട്രെയിൻ പോയി ഒരിടത്ത് പോയി നിൽക്കുന്നു. അപ്പോഴത്തേക്ക് വലിയൊരു ജനക്കൂട്ടം ഇതിനകത്തോട്ട് എരച്ച് കയറാൻ തുടങ്ങുന്നു. ഇതിനകത്തിരുന്ന ആളുകൾ മുഴുവൻ ജനലിൽ കൂടെയാണ് പുറത്ത് കിടന്നത്. കാരണം ഈ വാതിലൊക്കെ കൂടെ അകത്തോട്ട് കയറേണ്ടോ നീ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ജനലിന് അഴിവെക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന്. തിരക്ക് കൂടിക്കഴിയുമ്പോൾ ആളുകൾ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്ന ഈ ജനലിൽ കൂടെയാണ്. അപ്പോൾ ഈ ജനലിൽ കൂടെ തന്നെ ആളുകൾ അവരുടെ പൊതി അകത്തേക്ക് ഇട്ട് കഴിഞ്ഞു സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജനലിൽ കൂടെ വാതിലിൽ കൂടെ കയറി വരുന്നു. അവർ സീറ്റ് പിടിച്ച് ആ സീറ്റിൽ പോയിരിക്കുന്നു. ഈ നടു മുഴുവൻ പച്ചക്കറികളും വഴുതനങ്ങയും വെണ്ടയ്ക്കയും പടവലങ്ങയുടെയും വലിയ കെട്ടുകൾ കൊണ്ട് നിറഞ്ഞു. കാരണം ഇതൊരു വലിയ ചന്തയാണ്. ഇവിടുന്ന് ഉൾഗ്രാമങ്ങളിലെ ചന്തകളിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കച്ചവടക്കാർ പോകുന്നത് ഈ ട്രെയിനിലാണ്. പലരും ഈ കെട്ടിൻ്റെ പുറത്തിരിപ്പായി ട്രെയിൻ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും ട്രെയിൻ യാത്ര പുറപ്പെട്ടു. ഈ ചന്തയ്ക്കകത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് ഓടുന്ന ഒരു ആട്ടിൻകൂടിനകത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇത്തിരി കഴിയുമ്പോഴത്തേക്കും ഈ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ബോഗിയുടെ ഒരറ്റത്ത് വന്നിട്ടൊരു പ്രസംഗം ആരംഭിച്ചു. അവരുടെ ഭാഷയിൽ എന്താ പ്രസംഗിക്കുന്നത്, ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രസംഗം കഴിഞ്ഞ് അയാളുടെ സഞ്ചിയിൽ നിന്ന് കുറേ സിഗരറ്റ് പാക്കറ്റുകൾ എടുത്തു. എന്നിട്ട് ഈ സിഗരറ്റ് ഓരോന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. ആണും പെണ്ണും എല്ലാവരും മേടിക്കുന്നുണ്ട്. അവർ ആ സിഗരറ്റ് കത്തിക്കുന്നു, വലിക്കുന്നു. എല്ലാവരും വലിയോട് വലി. ആ ബോഗി പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ ടുണ്ടുവിനോട് ചോദിച്ചത് എന്താ എല്ലാവർക്കും ഇങ്ങനെ സിഗരറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ പറഞ്ഞു ഗോൾഡൻ ഡ്രാഗൺ എന്ന് പറയുന്ന പുതിയൊരു സിഗരറ്റ് ഈയിടെ ഇറങ്ങിയതാണ്, അതിൻ്റെ പ്രചാരണമാണിത്, അതിൻ്റെ പരസ്യമാണ്. എല്ലാ ട്രെയിനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ബസ്സിലും ഒക്കെ കയറി ഇവരുടെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് പ്രഭാഷണം നടത്തി ഇതിനെ പരിചയപ്പെടുത്തി അതിൻ്റെ സാമ്പിൾ കൊടുക്കും. അത് കഴിഞ്ഞ 2-3 മാസമായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഗോൾഡൻ ഡ്രാഗൺ മാർക്കറ്റ് പിടിക്കാനുള്ള തന്ത്രങ്ങളാണ്. അപ്പോൾ എല്ലാവരും സിഗരറ്റ് മേടിച്ചു, വലിച്ച് ആകാശത്തേക്ക് പോകാൻ വിട്ട് അങ്ങനെ ട്രെയിനകത്തിരുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ അത്യാവശ്യം വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ച ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നോട് ഇവരുടെ ഭാഷയിൽ കുറേ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് ഏറ്റു വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റു. അപ്പോഴാണ് പെട്ടെന്ന് ടുണ്ടുൻ ഇത് ശ്രദ്ധിക്കുന്നത്. ടുണ്ടുൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഇയാളോട് ചോദിച്ചാൽ എന്താ കാര്യം. അപ്പോൾ അദ്ദേഹം എന്തോ കാര്യങ്ങൾ ടുണ്ടുനോട് പറയുന്നു. അപ്പോൾ ടുണ്ടുൻ ഇയാളും കൂടെ മാറി നിന്ന് കുറേ നേരം സംസാരിക്കുന്നു. എന്നെ ചൂണ്ടി എന്തൊക്കെയോ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടുണ്ടുൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഒരു $10 എടുക്കാനുണ്ടോ. ഞാൻ പറഞ്ഞു എന്താ കാര്യം. ഇപ്പോൾ പറയാം, ഇപ്പോൾ ഒരു $10 താ, എന്നിട്ട് കാര്യം ഞാൻ പിന്നെ പറയാം. ഞാൻ പേഴ്സ് തുറന്നൊരു $10 കൊടുത്തു. ഇയാളത് ഭദ്രമായിട്ട് മടക്കി അയാളുടെ കൈ പിടിച്ചു. എന്നിട്ട് മറ്റേ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ആളുടെ അടുത്ത് ചെല്ലുന്നു. ഇയാൾക്ക് കൈമാറുന്നു. ഇയാൾ എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് നടന്നു പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട്
ടുണ്ടൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അതിവിടുത്തെ രഹസ്യ പോലീസിൽപ്പെട്ടയാളാണ്, നിങ്ങൾ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്ന അയാൾ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോൾ അയാൾക്ക് പൈസ കൊടുത്തു, ആ ഡോളർ കിട്ടിയത് കൊണ്ട് അയാളങ്ങ് പോയി. നിങ്ങളേതായാലും ഇനി ക്യാമറ പുറത്തെടുക്കണ്ട, കുറച്ച് നേരം ഷൂട്ട് ചെയ്യണ്ട, ഇനി ഒരു അരമണിക്കൂറൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറക്കം കഴിഞ്ഞ് പുറപ്പെട്ട യാങ്കൂൺ റെയിൽവേ സ്റ്റേഷനിലെത്തും, നമുക്കവിടെ ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇനി ഷൂട്ട് ചെയ്താൽ മതി. ഒരു പട്ടാള ഭരണം നടക്കുന്ന നാട്ടിൽ ഒരു അന്യനാട്ടുകാരൻ ക്യാമറയുമായിട്ട് കറങ്ങി നടക്കുന്നത് നിരീക്ഷിക്കുന്ന സംവിധാനം, വെറും 3 ബോഗി മാത്രമുള്ളൊരു ട്രെയിനിലും രഹസ്യ പോലീസിൻ്റെ സാന്നിധ്യം, ആ ഒരു ഭീഷണിയിലൂടെയാണ് പിന്നെ എൻ്റെ യാത്ര തുടർന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.